നമ്മൾ പ്രേതബാധയും മന്ത്രവാദത്തെയും കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ തമാശയോടെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അമേരിക്കൻ ചരിത്രത്തിൽ ഇത്തരത്തിൽ നടന്നൊരു കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് നിഗൂഢമായി തന്നെ നിലനിൽക്കുന്ന ഈ കഥയെ വാട്സ്ക വണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 1870-78 കാലഘട്ടത്തിൽ ഇല്ലിനോയ്സിലെ വാട്സക്ക എന്ന ചെറിയൊരു പട്ടണത്തിൽ നടന്ന സംഭവ കഥയാണിത്. മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് അസുഖബാധിതയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവരുടെ അസുഖം ഭേദമാക്കിയ തികച്ചും അസാധാരണവും വിചിത്രമായൊരു കഥ. So today we will be exploring the possession of Mary Lorenzi with my channel Mystery Busters. ഈ വാട്സക്ക പട്ടണത്തിൽ ഉണ്ടായിരുന്നത് ഒരു കൂട്ടം ഗ്രാമീണ കർഷക സമൂഹമായിരുന്നു. 1877 ഇവിടെ താമസിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു വെന്നം കുടുംബം. ഈ കുടുംബത്തിലെ മേരി ലൊറൻസി എന്ന 13 വയസ്സുള്ള പെൺകുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം അപസ്മാര രോഗമുണ്ടായി. ഈ രോഗം വന്നതിനു ശേഷം പലപ്പോഴും അബോധാവസ്ഥയിലാകുമായിരുന്നു അവൾ. എന്നാൽ അവൾ അബോധാവസ്ഥയിൽ നിന്നെല്ലാം ഉണരുമ്പോൾ അവൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്നും അവിടെ വെച്ച് മാലാഖമാരെ തന്റെ മരിച്ചുപോയ സഹോദരങ്ങളെ കണ്ടതായി തന്റെ മാതാപിതാക്കളെ അറിയിച്ചു. ഈ രോഗം വന്നതിനു ശേഷം അവൾ വിചിത്രവും അസാധാരണവുമായി പെരുമാറാനും സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ ലൊറൻസി ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ തന്റെ പേര് വിളിക്കുന്നത് കേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. ചുറ്റിനെ നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. പക്ഷെ അതിനുശേഷം അവൾക്ക് ഉറക്കം വന്നതേയില്ല. ഇതുപോലെ മിക്ക രാത്രികളിലും ആവർത്തിക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് രാത്രിയിൽ അവൾക്ക് ഉറക്കം പോലും നഷ്ടമായി. ഒരു ദിവസം ലൊറൻസിക്ക് പെട്ടെന്നൊരു അസഹനീയമായൊരു വയറുവേദന അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവൾ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. അവൾ കുറച്ചു നേരം വരെ ആ അബോധാവസ്ഥയിൽ തന്നെ തുടർന്നു. അവൾക്ക് ബോധം വന്നപ്പോൾ തന്റെ ചുറ്റിലും ആത്മാക്കൾ വായുവിലൂടെ ഒഴുകി നടക്കുന്നതായി കണ്ടവൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അടുത്തിരുന്ന മാതാപിതാക്കൾ ഞെട്ടി എഴുന്നേറ്റ് കാര്യം തിരക്കി. അവൾ നടന്ന കാര്യം അവരോട് പറഞ്ഞു. എന്നാൽ എല്ലാം അവളുടെ തോന്നലാണെന്ന് പറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും ലൊറൻസിയുടെ സ്വഭാവം വളരെ അസാധാരണമായി മാറാൻ തുടങ്ങി. അവൾ വ്യത്യസ്ത ശബ്ദങ്ങളിൽ സംസാരിക്കുകയും വിചിത്രമായ സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്തു. ചെറിയ പട്ടണമായതിനാൽ തന്നെ ലൊറൻസിയുടെ അസുഖ വിവരം പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ സംസാര വിഷയമായി മാറി. അവളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അവളുടെ അസുഖത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുകൂടിയായപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് പറയാൻ പുതിയൊരു കഥയുണ്ടായി. അവൾ ലൊറൻസിയുടെ മാനസികാവസ്ഥ ശരിയല്ലെന്ന് പറഞ്ഞു വരുത്തി. അതിനാൽ ഉടനെ തന്നെ ലൊറൻസിയെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകണമെന്നവർ മാതാപിതാക്കളോട് പറഞ്ഞു. ഇത് കേട്ട് മാതാപിതാക്കൾ ആകെ ധർമ്മസങ്കടത്തിലായി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ വിഷമത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരാൾ അവരുടെ വീടിന്റെ വാതുക്കൽ വന്നു നിന്നു. അസറഫ്, അതായിരുന്നു അയാളുടെ പേര്. അസറഫ് ഹതഭാഗ്യനായ ഒരു അച്ഛനായിരുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ പ്രിയപ്പെട്ട മകളായ 19 വയസ്സുള്ള മേരി റോഫിനെ അയാൾക്ക് എന്നേക്കുമായി നഷ്ടമായി. മേരി റോഫ് കുട്ടിക്കാലം മുതലേ അപസ്മാര രോഗമുള്ള കുട്ടിയായിരുന്നു. ഡോക്ടർമാർക്ക് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധം അപസ്മാര രോഗമായിരുന്നു അവളുടേത്. എന്നാൽ അവൾ പ്രായപൂർത്തിയായപ്പോൾ അപസ്മാരം ഒരുതരം അബോധാവസ്ഥയിലേക്ക് വഴിമാറി. അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അവൾ ആരോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു. ഇത് കണ്ട ഡോക്ടർ അവൾക്ക് മാനസിക തകരാറുണ്ടെന്ന് വിധി എഴുതി. ഉടൻ തന്നെ ചികിത്സയ്ക്കായി അവളെ ഭ്രാന്താശുപത്രിയിലാക്കാൻ ഉപദേശിച്ചു. അങ്ങനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവളുടെ മാതാപിതാക്കൾ അവളെ ഭ്രാന്താശുപത്രിയിലാക്കി. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ മാനസികാരോഗ്യ ചികിത്സയെക്കുറിച്ച് വലിയ അറിവൊന്നും ഡോക്ടർമാർക്കില്ലായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ അവിടെയുള്ള രോഗികളെ ലാബിലെ എലികളെ പോലെയാണ് കരുതിയിരുന്നത്. പുതിയ മരുന്നുകൾ കണ്ടെത്തുമ്പോൾ അതെല്ലാം പരീക്ഷിക്കുന്നത് പാവം ഈ രോഗികളിലായിരുന്നു. നിർഭാഗ്യവശാൽ മേരിക്ക് ആ പരീക്ഷണത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1865 തന്റെ 19ാമത്തെ വയസ്സിൽ മേരി മരണപ്പെട്ടു. തന്റെ മകളുടെ ദുർവിധി ഓർത്ത് അസറഫിന് വല്ലാത്ത കുറ്റബോധം തോന്നി. താൻ കാരണമാണ് അവൾ മരിച്ചതെന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. അവളിലെ ആത്മീയ ശക്തി തിരിച്ചറിയുന്നതിന് പകരം അവളെ രോഗിയായി കണ്ടതിനെ കുറിച്ചോർത്ത് അയാൾ പശ്ചാത്തപിച്ചു. തുടർന്ന് തന്റെ മകളുടെ ആത്മീയ പാതയിൽ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങി. അതിൽ ശക്തമായി വിശ്വസിക്കാൻ തുടങ്ങി. തന്റെ മകൾ ഭ്രാന്തിയല്ലായിരുന്നു, അവൾ ആത്മീയതയുടെ ഒരു മാധ്യമം മാത്രമായിരുന്നു എന്നയാൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കെയാണ് 1877 തന്റെ മകൾക്ക് സംഭവിച്ചതിന് സമാനമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലൊറൻസിയെ കുറിച്ച് അദ്ദേഹം കേൾക്കാനിടയായത്. തന്റെ മകൾക്ക് സംഭവിച്ചതുപോലൊരു അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചു ലൊറൻസിയെ തനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അയാൾ ആ വീട്ടിലെത്തിയത്.
അസറോഫ് ലൊറൻസിയുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു. ലൊറൻസിയെ ചികിത്സിക്കാൻ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സഹായം തേടാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അസറോഫിന്റെ വാക്കുകേട്ട് ലൊറൻസിയുടെ മാതാപിതാക്കൾ 1870കളിലെ അറിയപ്പെടുന്ന ഡോക്ടറും ആത്മീയവാദിയുമായിരുന്ന ഡോക്ടർ വിൻചെസ്റ്റർ സ്റ്റീവൻസനെ കാണാൻ പോയി. തങ്ങളുടെ മകളുടെ രോഗവിവരം അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഡോക്ടർ സ്റ്റീവൻസ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. അവരുടെ ആവശ്യപ്രകാരം ഡോക്ടർ സ്റ്റീവൻസ് ലൊറൻസിയെ വന്നു കണ്ടു. അവളെ വിശദമായി പരിശോധിച്ചു. സ്റ്റീവൻസിന്റെ അഭിപ്രായത്തിൽ അവളിലെ വിചിത്രമായ പെരുമാറ്റത്തിന്റെ പ്രധാന കാരണം അവരുടെ ആത്മാവിനെ കീഴ്പ്പെടുത്തുന്ന മറ്റു ആത്മാക്കളുടെ സാന്നിധ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ ആത്മാക്കളിൽ കത്രീന ഹെഗാൻ എന്നൊരു വൃത്തിയായ സ്ത്രീയും വില്ലി കാനിങ് എന്ന ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയേറിയ ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുന്നിൽ വന്ന പേര് മേരി റോഫിന്റേതായിരുന്നു. ഇതറിഞ്ഞ സ്റ്റീവൻസ് ഒരുപക്ഷെ മേരി റോഫിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ലൊറൻസിയുടെ രോഗത്തെ ഭേദമാക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. അതിനായി മേരിയുടെ ആത്മാവിനെ ലൊറൻസിയുടെ ശരീരത്തിൽ കൊണ്ടുവരണമെന്ന് സ്റ്റീവൻസ് പറഞ്ഞു. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അസറോഫും അവിടെ ഉണ്ടായിരുന്നു. അതിനായി സ്റ്റീവൻസ് അസറോഫിന്റെ അനുവാദം ചോദിച്ചു. എന്നാൽ ആ കാര്യത്തിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നയാൾ മറുപടി പറഞ്ഞു. ആ പ്രക്രിയയുടെ ആദ്യപടി എന്ന പോലെ ലൊറൻസിയെ ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമാക്കി. എന്നാൽ അവളുടെ ഉറക്കം വിചാരിച്ചതിലും കൂടുതൽ നേരം നീണ്ടുനിന്നു. കുറെ കഴിഞ്ഞ് അവൾ ഉണർന്നപ്പോൾ അവൾ തികച്ചും വേറെ ഒരാളെ പോലെയായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും താൻ മേരി റോഫാണെന്ന് പരിചയപ്പെടുത്തി. എന്നിട്ട് ഓടിവന്ന് തന്റെ അച്ഛനായ അസറോഫിനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അടുത്തു നിന്ന ലൊറൻസിയുടെ മാതാപിതാക്കളെ നോക്കിയതേയില്ല. ഇതെല്ലാം കണ്ട് എല്ലാവരും എന്ത് വിശ്വസിക്കണമെന്നറിയാതെ പകച്ചു നിന്നു. മേരി അസറോഫിന്റെ അടുത്ത് ചെന്ന് വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നായി തിരക്കാൻ തുടങ്ങി. അവർക്ക് മാത്രം അറിയാവുന്ന കുടുംബ രഹസ്യങ്ങൾ ലൊറൻസിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിന്ന ലൊറൻസിയുടെ മാതാപിതാക്കൾ അവൾ തൽക്കാലത്തേക്ക് അസറോഫിനോടൊപ്പം അയാളുടെ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. ലൊറൻസി ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാം പഴയതുപോലെയാകുമെന്ന് അവർ കരുതി. എന്നാൽ അതൊന്നും സംഭവിച്ചതേയില്ല. അവൾ മേരിയെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അവളുടെ രീതിയും പെരുമാറ്റവും കണ്ട അയൽക്കാർ പോലും അവൾ മേരി തന്നെയാണെന്ന് പറയാൻ തുടങ്ങി. അവൾ മേരിയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തിരിച്ചറിയുകയും അവരുമായി സൗഹൃദത്തോടെ സംസാരിക്കുകയും തന്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ തെറ്റില്ലാതെ തന്റെ മാതാപിതാക്കളോട് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടപ്പോൾ അവർക്ക് തന്റെ സ്വന്തം മകൾ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെയായിരുന്നു. നീണ്ട 5 മാസക്കാലം അവൾ അവരോടൊപ്പം സ്വന്തം ഐഡന്റിറ്റിയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും അറിയാതെ അവരുടെ മകൾ മേരിയെ അവരോടൊപ്പം കഴിഞ്ഞു. എന്നാൽ പെട്ടെന്നൊരു ദിവസം മേരി ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ മെയ് 22-ന് അവൾ ആ ശരീരം ഉപേക്ഷിച്ച് പോകുമെന്ന് അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അസറോഫിനും ഫൈറയ്ക്കും വിഷമം തോന്നിയെങ്കിലും ലൊറൻസിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇതൊരു സന്തോഷ വാർത്തയായിരുന്നു. തന്റെ മകൾ തിരികെ വരുമെന്നോർത്ത് അവർ അതിയായി സന്തോഷിച്ചു. അങ്ങനെ മെയ് 22 എന്ന ദിവസം വന്നെത്തി. അന്ന് പതിവ് പോലെ മേരി ഉറക്കമുണർന്നപ്പോൾ അവൾ ആകെ മാറിയിരുന്നു. അവളുടെ പെരുമാറ്റവും സംസാരവുമെല്ലാം വീണ്ടും ലൊറൻസിയെ പോലെയായി മാറി. അതിനർത്ഥം മേരി ലൊറൻസിയുടെ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ലൊറൻസി തന്നെ ഇത്രയും കാലം ഒരു മകളെ പോലെ സംരക്ഷിച്ച അസറോഫിനോടും ഭാര്യയോടും നന്ദി പറഞ്ഞു. അവരോട് യാത്ര പറഞ്ഞവൾ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഇതിനുശേഷം പിന്നീട് ഒരിക്കലും അവൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു രോഗവും ഉണ്ടായില്ല. അവൾ തികച്ചും സാധാരണ പെൺകുട്ടിയായി മാറിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ വിവാഹം കഴിച്ചു. തന്റെ ഭർത്താവിനും കുട്ടികളുമൊത്ത് സന്തോഷമായി ജീവിച്ചു. 1952-ൽ തന്റെ 88-ാം വയസ്സിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. വാട്സ് കാ വണ്ടർ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സംഭവ കഥ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും അറിയപ്പെടുന്നു.